ഹലോ ഐസിഎൽ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എങ്ങനെ നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി മിക്സിയിൽ തന്നെ മാവ് അരച്ചെടുത്ത് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാനിതിൽ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്, അതുകൂടെ ഫോളോ ചെയ്യണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി തയ്യാറാക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് 2 കപ്പ് ഇഡ്ഡലി അരിയാണ് ഞാൻ അവിടെ കുതിർത്തിരിക്കുന്നത്. അതുപോലെ ഉലുവ 1 ടീസ്പൂൺ കുതിർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചരിയും എടുക്കാം കേട്ടോ. പിന്നെ ഉഴുന്ന് ഞാൻ 1/2 കപ്പ്, അതേ കപ്പിൽ 1/2 കപ്പ് ഞാൻ കുതിർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 1/4 കപ്പ് വെള്ള അവിലും കൂടെ കുതിർക്കുന്നുണ്ട്. ഈ വെള്ള അവിൽ നമ്മൾ അരയ്ക്കുന്നതിന് തൊട്ട് മുന്നേ കുതിർത്താൽ മതി. ബാക്കി നമ്മൾ ഇഡ്ഡലിയും ഈ ഉഴുന്ന് 1 മണിക്കൂറും ഇഡ്ഡലി അരി ഒരു 4 മണിക്കൂറും കുതിർക്കണം. ഇപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് വെള്ളം ഇല്ലാതെ എടുത്ത് പൾസ് മോഡിലിട്ട് നമുക്ക് നന്നായി ഇതുപോലെ ഒന്ന് ആദ്യം ഇങ്ങനെ ചതച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ച വെള്ളം തന്നെ അതിൽ തന്നെ അരയ്ക്കാം. അത് മാറ്റി വെച്ച് അതിൽ നിന്ന് അരച്ചാൽ മതി. ഇങ്ങനെ അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഒട്ടും തരിയില്ലാതെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഉഴുന്ന് അരച്ചെടുക്കുന്നതിൻ്റെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഉഴുന്ന് ആദ്യം അരച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അരി അരയ്ക്കുമ്പം മിക്സിയുടെ ജാർ കഴുകാൻ എളുപ്പമാണ്. അതാ കേട്ടോ ടിപ്പ്. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കുക, അതായത് ഒട്ടും തരിയില്ലാതെ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് ഇവിടെ അരച്ചെടുത്തു. ഇനി നമുക്ക് അരച്ചെടുത്ത ഉഴുന്ന് നമ്മുടെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയാണ് അടുത്ത പ്രോസസ്സ്. നമ്മുടെ കയ്യിലുള്ള വിസ്കോ ബീറ്ററോ വെച്ച് നന്നായി ഒരു 5 to 7 മിനിറ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുന്നത് നല്ല ഫ്ലഫി ആക്കി കിട്ടാനാണ് ഈ സ്റ്റെപ്പ്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതാണ് അടുത്ത ടിപ്പ്, വിസ്കോ ബീറ്ററോ. ഇനി നമുക്ക് കുതിർത്ത അരി അതുപോലെ തന്നെ ആദ്യം ഒന്ന് പൾസ് മോഡിലിട്ട് ഉടച്ചെടുത്ത് അത് കുതിർത്ത വെള്ളം വെച്ച് തന്നെ നമുക്ക് നന്നായി 2 തവണയായിട്ട് ഞാനെടുത്ത് അരച്ചെടുത്ത് നമ്മുടെ ഉഴുന്ന് ബീറ്റർ കൊണ്ട് അടിച്ച് വെച്ചല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നന്നായി കൈ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഫെർമെൻറ്റേഷന് നല്ലത്, സ്പൂണിനേക്കാളും. നന്നായി മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് അടച്ച് ഒരു 10 to 12 മണിക്കൂർ മാറ്റി വെക്കണം. ഞാനിവിടെ എപ്പോഴും ഓവണിൽ ഇതുപോലെ ലൈറ്റ് ഇട്ടാൽ വെക്കാറ് കേട്ടോ. AC ഇടുന്നതുകൊണ്ട് അത്ര ചൂട് വരില്ലല്ലോ, അതുകൊണ്ട്. സമ്മറാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ നൈറ്റ് എടുത്ത് വെച്ച് ഏകദേശം 11 മണിക്കൂർ കഴിഞ്ഞു. കണ്ടോ, നല്ല സൂപ്പറായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട്. പൊന്തി പുറത്ത് പോയില്ലെന്നേ ഉള്ളൂ, അത്രയും പൊന്തി വന്നു. നല്ല ഫ്ലഫി ആയിട്ട് ഞാൻ ഈ പറയുന്ന ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ മാവ് അടിപൊളിയായിട്ട് പൊന്തി വരും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ചേർക്കേണ്ട. ഇനി ദോശ ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി സ്റ്റീമർ, അടുത്ത ടിപ്പ് ഇതാണ്. നമ്മൾ ഇഡ്ഡലി തട്ടിൽ എണ്ണ സ്വല്പം തൂത്തിട്ട് ഇഡ്ഡലി മാവ് ഒഴിക്കുക. പിന്നെ ഇഡ്ഡലി സ്റ്റീമറിൽ വെള്ളം വെച്ച് നന്നായി തിള വന്ന ശേഷം മാത്രം ഇഡ്ഡലി തട്ട് വെച്ച് വേവിക്കുക. അതിന് മുന്നേ വെച്ച് വേവിക്കരുതേ, അപ്പോഴാണ് ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് വെന്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി വേവിച്ചെടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 10 മിനിറ്റ് മതി മീഡിയം ഫ്ലെയിമിൽ. ഇപ്പോൾ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിം ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഉൾഭാഗം കൂടെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റായിട്ടുള്ള നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഇഡ്ഡലി പോലെയുള്ള ഇഡ്ഡലി ആയിരിക്കും കേട്ടോ. ഒരിക്കലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഇഡ്ഡലി മാവും പൊങ്ങി വരും. ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ്സും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവത്തില്ല, അടിപൊളിയായിട്ട് വരും. അതാ നമ്മുടെ ഇഡ്ഡലി കണ്ടോ, എൻ്റെ ഉൾഭാഗം കണ്ടോ എന്ത് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് മിക്സർ ജാറിൽ അരയ്ക്കുന്നവർ, ഗ്രൈൻഡറിലാവുമ്പോൾ ആ സീനില്ല, നന്നായി അരഞ്ഞു കിട്ടും. മിക്സർ ജാറിൽ ഇതുവരെ അരച്ച് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.